എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ബാക്ക് ടു മിറൽ റോയ്സ് യൂട്യൂബ് ചാനൽ. നിങ്ങൾക്ക് എല്ലാവരും കാണാവുന്ന പോലെ ഇവിടെ നല്ല സ്നോ പെയ്ത് കിടക്കുകയാണ്. ഇന്നത്തെ ദിവസം സ്നോ ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് സ്നോ ഒക്കെ പെയ്ത് കിടക്കുമ്പോൾ നല്ല ചില്ലി ആയിട്ടിരിക്കുമ്പോഴത്തേക്കും നമുക്ക് കഴിക്കാൻ തോന്നുന്നൊരു സാധനമാണ് സ്പൈസി ഫുഡ്. അപ്പോൾ എനിക്ക് നല്ല സ്പൈസി ഫുഡ് കഴിക്കാൻ. സ്പൈസി ഫുഡ് നമ്മുടെ നാടൻ ഫുഡ്, ചോറ്, മീൻകറി, പുളിശ്ശേരി, പിന്നെ കുറച്ച് തോരൻ, അങ്ങനെ. അപ്പോൾ അങ്ങനെ മീൻകറി ഓൾറെഡി വീട്ടിലുണ്ടാക്കിയിരിപ്പുണ്ട്. അപ്പം ഞാനത് പുളിശ്ശേരി, എനിക്ക് ചിലർ മഞ്ഞമോരെന്ന് പറയാൻ തോന്നുന്നു. അപ്പോൾ പുളിശ്ശേരി എന്നാണ് ഞങ്ങൾ പറയുന്നത്. ഇനി നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും പേര് പറയുന്നത് കമൻറ്റ് ചെയ്ത് തന്നെ അറിയിക്കുക. അപ്പോൾ പുളിശ്ശേരിക്ക് ഞാൻ റെസിപ്പി ഫോളോ ചെയ്യുന്നത് മമ്മി ഉണ്ടാക്കുന്ന രീതിയാണ്. അല്ലാതെ എനിക്ക് സ്പെഷ്യലായിട്ട് റെസിപ്പി ഞാനിതുവരെ കണ്ടുപിടിച്ചിട്ടില്ല. കണ്ടുപിടിച്ച് കഴിയുമ്പോൾ അത് ഞാൻ ഷെയർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ മമ്മി ഉണ്ടാക്കുന്നൊരു പുളിശ്ശേരി വീഡിയോ എങ്ങനെയാണെന്നാണ് നിങ്ങളെ കാണിക്കാൻ പോകുന്നത്. അപ്പം നിങ്ങളെല്ലാവരും കാണാൻ റെഡിയാണോ? എനിവേസ് ലെറ്റ്സ് വാച്ച്. ഓക്കെ മമ്മി, അപ്പോൾ നമുക്ക് പുളിശ്ശേരി ഉണ്ടാക്കാനായിട്ട് എന്നൊക്കെയാണ് വേണ്ട മമ്മി? എന്നൊക്കെ എടുത്തേക്കുന്നത്? ഞാൻ എടുത്തേക്കുന്നത് ചുമന്നുള്ളി, ഇവിടുത്തെ ചുമന്നുള്ളി ആയതുകൊണ്ട് ഒരു മുഴുത്ത ചുമന്നുള്ളി എടുത്തേക്കുന്നത്. നാട്ടിലെ ആണെങ്കിൽ 3-4 എണ്ണം വേണ്ടി വരും. 3-4 വെളുത്തുള്ളി, 1 ഇഞ്ച് നീളമുള്ള ഇഞ്ചി കുഞ്ഞായിട്ട് അരിഞ്ഞത്, ഒരു തണ്ട് കരിവേപ്പില, ഒരു 2-3 വറ്റൽമുളക്, ഒരു 4 പച്ചമുളക്. അതെങ്ങനെ വെള്ളം അരിയും ഞാനിങ്ങനെ അരിക്കുന്നേ ഉള്ളൂ. 4 പച്ചമുളക് വെള്ളത്തിൽ അരിയാം. മഞ്ഞൾപ്പൊടി, കടുക്, ഉലുവ, വെളിച്ചെണ്ണ, തൈര് മിക്സിയിൽ അടിച്ചെടുത്തത്. ഇത്രയും സാധനങ്ങളാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ നമ്മൾ ചട്ടിയിലാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ചട്ടിയിൽ വെള്ളം പറ്റട്ടെ. ചട്ടിയിൽ വെള്ളം പറ്റാനായിട്ട് നമ്മളിപ്പോൾ വെയിറ്റ് ചെയ്യുകയാണ്. അതൊക്കെ പറ്റിക്കണ്ടോ? ഇനി എന്നെ വെച്ച് ഒരു 2 സ്പൂണ് ടീസ്പൂൺ ഗ്യാസ് നമ്മൾ മീഡിയത്തിൽ ഇട്ടേക്കുവാണ്. കടുക് എന്തോരം ഇട്ടോ? കുഞ്ഞു സ്പൂണ്. കടുക് മുഴുവൻ പൊട്ടിക്കഴിഞ്ഞാൽ ഉരുവിടുന്ന അവനും പെടൂ. അത് പൊട്ടിക്കഴിയാറാകുമ്പോൾ ഇടാം. പൊട്ടി തീരാറാകുമ്പോഴോ? പൊട്ടാൻ തുടങ്ങിയില്ല. പൊട്ടാൻ തുടങ്ങുമ്പോഴാണ് ഇടേണ്ടത്. അതേ അളവ് കടുകിട്ട അളവിലാണ്. നമ്മുടെ ഒരു കൈക്കത്തിട്ട് പൊടിക്ക് ഇട്ടാൽ മതി. കടുക് പൊട്ടാൻ നമ്മൾ വെയിറ്റ് ചെയ്യുകയാണ്. എളുപ്പവഴിയിലുള്ള മോരുകറിയാണ്. പെട്ടെന്നുള്ള കറി. അത്യാവശ്യം പെട്ടെന്ന് ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കാനായിട്ടുള്ള കറി ഇത്. സൂത്രപ്പണിയൊക്കെ ആയിട്ട്. ഇഞ്ചി, കടുക് മുഴുവൻ പൊട്ടിക്കഴിയുമ്പോൾ ഇഞ്ചി ഇട്ടു. വെളുത്തുള്ളി, നമ്മൾ നേരത്തെ അരിഞ്ഞ് വെച്ച എല്ലാവരും ഇതിനകത്ത് ആഡ് ചെയ്യുവാണ്. എല്ലാവരും വെച്ചിടുക. നമ്മൾ നന്നായിട്ട് ഇതെല്ലാം മൂത്ത് കഴിഞ്ഞാണ് ചുമന്നുള്ളി ഇടാൻ. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. നല്ല മൂത്ത് വരണം, നന്നായിട്ട് ചുമന്ന് വരണം. പാടി തുടങ്ങിയുണ്ടോ? എനിക്കൊക്കെ ചുമക്കാൻ തുടങ്ങി. നല്ല കളർഫുള്ളായിട്ട് തോന്നും. ചുമല, പച്ച, വെള്ള, ബ്രൗണ്. ഇതെല്ലാം അതിന് മുളക് തുണി കിടക്കണത് കാണാൻ നല്ല ഭംഗിയല്ലേ? അതെ അതെ അതെ, പല കളറുകൾ, പ്രത്യേകിച്ച് മഞ്ഞ കളറിന് അത് ആയി കഴിയുമ്പോൾ ചിലർ മുളക് തുണി കിടക്കണ. അതെ, ഇതാക്കുള്ള ഇടുകയാണ്. ചുമന്നുള്ളി ഇതാക്കി കൊണ്ടിടുക. വെളുപ്പല്ല കടിക്കാനും മിക്സിയില്ലാത്തൊരു കാണുമല്ലോ. കാരണം പൊടിയിടും. അതുകൊണ്ടാണെങ്കിലും മുകളിൽ പുരുവരോന്നാവുന്ന കുഴപ്പമില്ലല്ലോ. അങ്ങനെ ക്രിസ്പിയായിട്ട് വരാൻ പറ്റും. മണം വരുന്നില്ലേ? തുള്ളിയുടെ എല്ലാം കൂടെ മിക്സായൊരു മണം, നല്ല മണം വരുന്നുണ്ട്. നന്നായി ചുമന്നുണ്ട്. ഉള്ളി ചുമന്നു എന്നിട്ട് വഴഞ്ഞിട്ട് നന്നായിട്ട് ഇച്ചിരി മഞ്ഞപ്പൊടി ഇട്ടാലല്ലേ മോന് അപ്പടി കളർ വരും.
കുറച്ച് കഴിയുമ്പോഴത്തേനും മോര് ചേർത്ത് നല്ല കളറായി. അത്ര 1 ടീസ്പൂൺ ഇട്ടാണോ അല്ലേ? അത്രയും പറ്റില്ല. 1 ടീസ്പൂൺ, അര ഇട്ടാൽ മതി. 1/2 ടീസ്പൂണോ? 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി നമ്മൾ ഇട്ട് കൊടുത്തു. ഇനി നമ്മൾ നന്നായിട്ട് മഞ്ഞൾ കുറച്ച് കഴിയുമ്പോൾ ഇപ്പം നെയ്യ് നന്നായിട്ട് കുറച്ചിട്ടു. കുറച്ച് കഴിയുമ്പോൾ എന്നാ വരുന്നാലും മോരിൻ്റെ മഞ്ഞ കളർ തെളിഞ്ഞ് വരും. ഓക്കെ. ഒത്തിരി എപ്പോഴും മഞ്ഞ കളറായി പോകും. മഞ്ഞൾപ്പൊടി ഇട്ട് 10 സെക്കൻഡ് ഇളക്കി ഉടനെ നമ്മൾ മോര് ആഡ് കരിഞ്ഞു ചെയ്യും. പോകല്ലേ, കരിഞ്ഞു പോകാൻ ഇട്ട് കഴിഞ്ഞ് ഉടനെ തന്നെ ഇടാം. ഒരു 10 സെക്കൻഡ് ജസ്റ്റ് ഒന്ന് ഇളക്കിയിട്ട് കരിഞ്ഞു പോയാലും മോര് ആഡ് ചെയ്ത് കൊടുക്കുക. നമ്മൾ മോര് ഓൾറെഡി മിക്സിയിലിട്ട് അടിച്ച് വെച്ചേക്കുന്നല്ലേ? എത്ര പ്രാവശ്യം അടിച്ചു? അതൊരു പൾസ് ഇട്ടാൽ മതി. കുറച്ച് നേരം നമ്മളിട്ടൊന്ന് അടിച്ചു. ഇടുമ്പോഴേ കറങ്ങുമ്പോൾ പൾസല്ലാട്ടോ ഇച്ചിരി ഇട്ടാൽ മതി. അത് കഴിഞ്ഞ് നമ്മൾ ഇച്ചിരി നമ്മുടെ ആവശ്യത്തിനുള്ള ഉപ്പൊക്കെ നമ്മുടെ ആവശ്യത്തിന് ആഡ് ചെയ്യുക. കണ്ട അപ്പം അതിൻ്റെ കളർ കണ്ട. നീ തിളക്കരുത്. അതാണ് പുളിശ്ശേരിയുടെ മെയിൻ കാര്യം. തിളക്കരുത്. നമ്മൾ നേരത്തെ ഇട്ട സാധനങ്ങളെല്ലാം പൊങ്ങി വരുമ്പോഴത്തേക്കും ഓഫ് ചെയ്യുക. അതിൻ്റെ കണക്ക് ഇത്രയുള്ള കാര്യം പറഞ്ഞാൽ പൊങ്ങി വരുമ്പോൾ നല്ല ചൂടായി കഴിഞ്ഞ് ഇത് പൊങ്ങിയൊക്കെ വരാൻ തുടങ്ങും. പത കൂടുമ്പോഴത്തേനും പത വരും. എല്ലാം പൊങ്ങി വന്നു പതയാകുമ്പോഴത്തേനും പെട്ടെന്ന് ഓഫ് ചെയ്യണം. ഒട്ടും തിളക്കരുത്. തിളച്ച് കഴിഞ്ഞാൽ ശരിയാവില്ല. വേണ്ട ഇത്ര സാധനം പൊങ്ങി വരുന്നുണ്ടോ? പതിയെ എല്ലാം പൊങ്ങി വരാൻ തുടങ്ങിയല്ലോ. കരിയാപ്പില പൊങ്ങി വരുന്നുണ്ടോ? നമ്മൾ തീ ഇപ്പോഴും സിമ്മല്ലേ? തീ കുറച്ചേ ഇടാവുള്ളൂ. ഏറ്റവും ലോയിലിടണ്ടേ? പെട്ടെന്ന് ഇത് അല്ലെങ്കിൽ തിളച്ചു പോകും. അപ്പം എല്ലാം ലോയിലിട്ട് നമ്മൾ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം അല്ലേ? അതിന് ഓഫ് ചെയ്യാൻ പോണേ. അതുകൊണ്ട് പത വന്നുകൊണ്ട് അത് നന്നായിട്ട് വന്നു. ഞാൻ ഓഫ് ചെയ്യുമ്പോഴത്തേനും അതെല്ലാം മുങ്ങി കിടന്നോളൂ. ഒന്നുകൂടി രസം തീ കൂട്ടിയിട്ട് ഒന്ന് ഇളക്കിയിട്ട് നമ്മൾ ഓഫ് ചെയ്യാണ്. ഇതാണ് നമ്മുടെ ഫൈനൽ പുളിശ്ശേരി. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ ഇന്നത്തെ പുളിശ്ശേരി വീഡിയോ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് പ്രതീക്ഷിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.